വെള്ളം കുടിക്കുന്ന വെള്ളമാണ് ഇത്. ഇതിനകത്തെടുത്ത വെള്ളമാണ്. ഇതാ വെള്ളം. ഇതെല്ലാം എടുത്തത് അവരെ കാണിക്കാനാണ്. ഓരോ മാസവും ഇത് മാറ്റിക്കൊണ്ടിരിക്കുക. ഫിൽറ്റർ ഓരോ മാസം. പൈസ സാമ്പത്തികം ഇല്ലാത്ത വെറും പാവപ്പെട്ട കുടുംബത്തിലുള്ളേ ഞാൻ പോയി കിടന്ന് അധ്വാനിച്ച് വേണം ഞാൻ ഈ കഴിയുന്നത്. ചന്തയിൽ പോയി കിടന്ന് എന്തെങ്കിലും ഉപജീവനം നടത്തിയാണ് കഴിയുന്നത്. ഇത് മാസം 350 രൂപ ഇതിന് വിലയാണ്. ഞാൻ ഇത് മാസം തോറും മാറണം. ഇവിടുന്ന് പൊട്ടി വലിച്ചിറങ്ങി ആ കെമിക്കലെല്ലാം ഇറങ്ങി വെളിയിലോട്ട്. അതുകൊണ്ട് ആ പോസ്റ്റിൻ്റെ അവിടെ കണ്ടോ, ഇവിടെ എല്ലാം പൊട്ടി വലിച്ചിറങ്ങി സിമെൻറ്റ് കൊണ്ട് അടച്ചു വെച്ചേക്കുക. ഇവിടെ എല്ലാം ഇത്രയോ നാൾ കൊണ്ട് 3-4 വർഷം കൊണ്ട് ഞാൻ ഇവന്മാരെ പിറവേ നടക്കുക. ഒരു നീതിയില്ല. പഞ്ചായത്തിൽ നിന്ന് നീതിയില്ല, ഹെൽത്തിൽ നിന്ന് നീതിയില്ല. പിന്നെ എങ്ങനെ ജീവിക്കുമെന്ന് പറയാം. സാരഥിയുടെ അവിടുന്ന് സർവീസ് ചെയ്യുന്ന വെള്ളമെല്ലാം കൂടെ ഒലിച്ചിറങ്ങി കിണറ്റിലോട്ട് വരിക. ഇങ്ങനെ കിടക്കുക. ആ ചരിവ് ഇങ്ങോട്ട് വന്ന് അവരെ പൊക്കത്തിൽ ഇത് കിണർ താഴും. ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുക. 10 മീറ്ററിനകത്തേ ഉള്ളൂ കിണറും അവന്മാരെ സർവീസ് സെൻ്ററുമായിട്ട്. ഇപ്പോൾ ഒരു സർവീസ് സെൻ്റർ ആയിരുന്നു, ഇപ്പോൾ 4 എണ്ണം ഉണ്ട്. ഇങ്ങനെ ഈ ചരുവിൽ കൂടെ വെള്ളം ഇറങ്ങി വരിക. ഹെൽത്തിലെ ഉദ്യോഗസ്ഥർ വരുമ്പോൾ, പഞ്ചായത്തിൽ നിന്ന് ആൾ വരുമ്പോൾ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ഞാൻ ദിവസേന ഇത് കാണിച്ചുകൊണ്ടിരിക്കാൻ ഒരു പ്രയോജനവും എനിക്കില്ല. കൊച്ചിന് പെണ്ണുമ്പിള്ളയ്ക്ക് അസുഖം, കൊച്ചിന് അസുഖം, കൊച്ചിന് വയറ്റ് വേദന. ഡോക്ടറെ കാണിച്ചപ്പോൾ പറയുന്നത് നിങ്ങൾ വെള്ളം എവിടുന്നാണ് ഉപയോഗിക്കുന്നതെന്ന്. വെള്ളം ഈ കിണറ്റിലെ വെള്ളം നിങ്ങൾ ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത്. പൊടി കൊച്ചിന് വയറ്റ് വേദന, ഭാര്യയ്ക്ക് വയറ്റ് വേദന. ആ അഞ്ചൽ ശബരീരി കൊണ്ടുപോയപ്പോൾ പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ വെള്ളം നിങ്ങൾ കുടിക്കരുത്, വെള്ളത്തിൽ നിന്ന് വന്നതാണ്. പിന്നെ ഗോകുലത്തിൽ കൊണ്ടുപോയി ഈ വയറ്റിനകത്തൂടെ ഇറക്കി എന്താണ്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അതിന് 5000 രൂപയാവും. പൈസ ഇല്ലാത്തതുകൊണ്ട് പോയില്ല. ഭാര്യയ്ക്ക് പേടിയാണ്. കുടലെങ്ങാണ്ട് ഇറക്കി നോക്കണമെന്ന് വയറ്റിൽ. ഈ വെള്ളത്തിൻ്റെ ഇത് കെമിക്കൽ കയറി വയറ്റിനകത്ത് എന്താണ്ട് അസുഖം ഉണ്ടാകും. ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബം എന്തോ ചെയ്യും? സാധാരണ കുടുംബം. എൻ്റെ കൊച്ചാണെങ്കിൽ 4 മാസം ഗർഭിണിയാണ്. ആ കൊച്ചിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അതും ഈ വെള്ളം ഉപയോഗിക്കുന്നത്. എങ്ങനെ ജീവിക്കും? എന്തോ ചെയ്യും? എങ്ങനെയാണെന്ന് ഒരു നിവൃത്തിയില്ലാതെ ഞാൻ ജീവിക്കുക. മാനേജർമാർക്ക് എല്ലാം ഞാൻ പറഞ്ഞതാണ്. നിയമപാലകരെടുത്ത് പറഞ്ഞു. ആരിൽ നിന്നും ഒരു സഹായവും ഇല്ല. ഇപ്പം ഞങ്ങൾക്ക് വന്ന അതേ ദുരിതമാണ് ഇപ്പം താഴത്തെ 4-5 വീട്ടിലും ഇതേപോലെ വന്നിറങ്ങിയിരിക്കുക. കിണറ്റിൽ കൊഴുകൊഴുപ്പും ഈ കളർ വ്യത്യാസവും. അവർ കുടിക്കാൻ വെള്ളം എടുക്കുന്നില്ല അവിടുന്ന്. വേറൊരാൾ പെങ്ങളെ വീട്ടിൽ പോയി എടുത്തുകൊണ്ട് വരുക വെള്ളം. ഇങ്ങനെ ഇവിടുത്തെ കാര്യങ്ങൾ. ഈ നിയമപാലകരിൽ നിന്ന് ഒരു സഹായവും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. പാർട്ടിക്കാരിക്കെ പറഞ്ഞു മാറി മാറി ഭരിച്ച പഞ്ചായത്ത്, ഇടമുളയ്ക്ക പഞ്ചായത്ത്, നേരത്തെ ഭരിച്ച ഇടതുപക്ഷം, അവരടുത്ത് കയറി ഇറങ്ങി പറഞ്ഞു. CPI-ക്കാരിക്കെ പറഞ്ഞു, CPM-കാരിക്കെ പറഞ്ഞു. അവർ പറയുന്നത് ഇവിടുത്തെ പാർട്ടി അനുഭാവിയ, 2 പേരും പാർട്ടി അനുഭാവിയ, അവരെ ഒന്നും ചെയ്യാൻ ഒക്കില്ല. അവർ പറയുന്നു ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭരണം. അവരെ പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യും, പുതിയ ഭരണസമിതിയാണ് ഞങ്ങളടുത്ത് വന്ന് നിങ്ങളൊരു കാര്യം ചെയ്യും, ഇത് കൊടുക്കാൻ പറഞ്ഞു. അത് കൊണ്ടുപോയി കൊടുത്തു. ഉദ്യോഗസ്ഥർ നേരത്തെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. 7 ലക്ഷം രൂപ വരെ അന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കും ഉദ്യോഗസ്ഥർക്കും കൂടെ കൈക്കൂലി കൊടുത്തിട്ടാണ് ഇവർ ഇത് സമ്പാദിച്ചത്. അന്ന് പഞ്ചായത്തിൽ നിന്ന് ബാക്കിയുള്ള ആൾക്കാരും പറഞ്ഞത് നിങ്ങളിത് ഓപ്പൺ ആക്കരുത്, ഇപ്പോഴും ഓപ്പൺ ആക്കരുത്, ജനങ്ങൾ അറിയരുത്, രഹസ്യമായി ഓപ്പൺ ചെയ്യണം, പതുക്കെ കണ്ട് ഇവിടെ പരിപാടി തുടങ്ങാവൂ എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് പോലും ഒരു പരസ്യം ചെയ്യാതെ ഇത് ഓപ്പൺ ആക്കിയത്. ഇപ്പം 4 വർഷം കൊണ്ട് ഞങ്ങൾക്ക് വെള്ളത്തിന് പ്രശ്നമുണ്ട്. ഇപ്പം കൂടുതലായി. നേരത്തെ 4 വർഷം കൊണ്ട് ഓയില്, ഡിറ്റർജൻറ്റ്, ഡീസൽ, ഗ്രീസ്, ചെടി ഇതെല്ലാം കൂടെ ഇറങ്ങിയിട്ട് ഞങ്ങളുടെ വെള്ളം ഇപ്പം 4 കണക്കിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇതിപ്പോൾ പഞ്ചായത്ത് പരാതി കൊടുത്തിട്ട് അവർ വേണ്ടുന്ന വിധം ഇത് കൈകാര്യം ചെയ്യുന്നില്ല. പൊതുജനങ്ങൾക്ക് ഉദ്യോഗസ്ഥർ എൻ്റെ റിസൾട്ട്, വാട്ടറിൻ്റെ ഇത് പിന്നെ പരിശോധിച്ച റിസൾട്ട് കണ്ടിട്ട് പറഞ്ഞ് ഈ വെള്ളം കുടിക്കാമെന്ന്. എന്നാൽ ഞാൻ പറഞ്ഞ അയാളൊന്ന് കുടിക്കട്ടെ, കുടിച്ച് കാണിച്ചു തരട്ടെ ഈ ചെവയുള്ള വെള്ളം. ഞങ്ങൾ കുടുംബസഹിതം ഇതിനകത്ത് കയറുക. എന്റെ വീട്ടിലും പൊടി കൊച്ചുണ്ട്, അയാളുടെ വീട്ടിലും പൊടി കൊച്ചുണ്ട്. പറയാം എന്താണ് വെള്ളത്തിന്റെ പ്രശ്നം? എന്താണ്? ഞാൻ 4 മാസം ഗർഭിണിയാണ്. അപ്പം സാധാരണ വെള്ളം കുടിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ വെള്ളം കുടിച്ചാലാണ് പ്രശ്നം. അതുകൊണ്ട് എത്രത്തോളം എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്? വേറെ ഒരു തരത്തിലും നമുക്ക് വേറെ കിണറുകളോ അല്ലെങ്കിൽ വേറെ ഒന്നും ആശ്രയിക്കാൻ പറ്റാത്തൊരു രീതിയായി. വീട്ടിലെ കിണർ വെള്ളം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ സാഹചര്യത്തിൽ പോലും എങ്ങനെ കുളിക്കുന്നതായാലും മറ്റാവശ്യങ്ങൾക്ക് എടുക്കുന്നതായാലും നമ്മുടെ ബോഡിയിലോട്ട് തന്നെ എന്തായാലും ഈ വെള്ളത്തിൻ്റെ ബാക്ടീരിയ എല്ലാം കയറുന്നുണ്ട്. എങ്ങനെ 2 വർഷം മുമ്പോ പരാതി ഇങ്ങനെ കൊടുത്തിട്ടിട്ടാ ഇരിക്കുന്നാലും അവർ പറയുന്ന വന്ന് നോക്കട്ടെ അല്ലെങ്കിൽ ചെയ്യാം അങ്ങനെയൊക്കെ അല്ലാതെ വേറെ ഒരു വിധത്തിലുള്ള നടപടികളും എടുക്കുന്നില്ല. പിന്നെ ഈ കാർ ഷോറൂമിൽ അവിടെ ചെന്ന് പറയുമ്പോഴായാലും അവർ നിങ്ങൾ എന്താ ചെയ്യുന്നത്, അതൊന്ന് കാണട്ടെ എന്നുള്ള നിലപാട് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് തോന്നുന്നത് അല്ല, അധികാരം അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നൊരു രീതിയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇവർ
അതിന് നടപടി എടുക്കാതിരിക്കുമ്പോഴത്തേക്ക് പഞ്ചായത്തുകാർ ഇപ്പം എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം അമീബ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ മാത്രമേ ഈ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് നമുക്കറിയേണ്ടത്. കാരണം അല്ലാതെ നമ്മൾ ആദ്യമേ മുൻകൂട്ടി വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞിട്ട് അവർ ശരിക്കും ഒരു നടപടി സ്വീകരിക്കാതെ ഇത് കണക്ക് വീണ്ടും ഇവർക്കായിട്ട് വിട്ടുകൊടുക്കുന്നെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാത്തൊരു രീതിയിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഈ വീട്ടിൽ ആർക്കൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്? ഇപ്പം എൻ്റെ അമ്മയ്ക്കും ചേച്ചിയുടെ മോനും ആരോഗ്യ പ്രശ്നമുണ്ട്. അവർക്ക് രണ്ടുപേർക്കും ഏകദേശം ഒരേപോലെ വയറിൽ ചെറിയ ചെറിയ കുരുക്കൾ തന്നെ. അപ്പോൾ പുറത്തുനിന്ന് വെള്ളം വാങ്ങിച്ച് ബോട്ടിൽ വെള്ളം ഉപയോഗിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ വെള്ളം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുടെയും കാര്യത്തിൽ പറഞ്ഞ സെയിം കാര്യമോ എന്നാൽ ഇവിടുത്തെ കിണർ വെള്ളം ഉപയോഗിച്ചിട്ടായിരിക്കാം ഈ പ്രശ്നം വരുന്നതെന്ന് 2 ഡോക്ടർമാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നടത്തുന്ന അയാൾ ഭയങ്കര കാശുള്ള ഇവിടുത്തെ എങ്ങാണ്ട് ഭയങ്കര പണമുള്ളവനാണ്. അതുകൊണ്ട് പണമുള്ളവനായതുകൊണ്ട് പാവപ്പെട്ടവർ ഇവിടെ ജീവിക്കണ്ട. ഈ കേരളത്തിലെ പ്രസ്ഥാനങ്ങൾ മൊത്തം അവന്റെയാണ്. ചെയ്യുന്നവര് ചെയ്തോട്ടെ, പാവപ്പെട്ടവർ ഇവിടെ ജീവിക്കണം. നമ്മൾ വാരി കെട്ടി എവിടെയെങ്കിലും പോകാൻ നമ്മൾ ജോലി ചെയ്തിട്ട് വന്ന് വീട്ടിൽ ഇവിടെ വന്ന് കുളിക്കാൻ നേരത്ത് മൊത്തം ചൊറിച്ചില്ല. ഒരു കൊച്ചു വയ്യാതെ കിടക്കുന്നതുകൊണ്ട് ഇന്ന് ഇപ്പം അത് കിടക്കും ഒരാഴ്ച കൊണ്ട് ആ കൊച്ചു വയ്യാതെ കിടക്കുക. ഒന്നീ അതിന് വയറ്റുവേദന വരും, ഇല്ലേ ഛർദിൽ വരും. ഇവിടെ ഛർദിലും വയറ്റുവേദനയും വന്നും ബോധമില്ലാതെ കിടന്ന് ഞാൻ വണ്ടി വിളിച്ച് ഞാൻ ശബരിഗിരി കൊണ്ടുപോയി. തൊട്ടടുത്തായതുകൊണ്ട് ശബരിഗിരി കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി 2 ദിവസം അവിടെ ട്രിപ്പ് വിട്ട് അവിടെ കിടന്ന് അന്നേരം ഇടമുളയ്ക്കൽ പനച്ചവളിൽ പ്രവർത്തിക്കുന്ന സാരഥി മാരുതിയുടെ സർവീസ് സെൻറ്ററിൽ അതിൻ്റെ പരിസരവാസികളായ ആളുകളുടെ ചില പരാതികളിലൂടെ വന്നിട്ടുണ്ട്. അവിടെ കുടിവെള്ളം മലിനമാകുന്നു, ഉപയോഗക്ഷമമല്ലെന്നും ഉള്ള തരത്തിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ സാമ്പിളുകളൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ഇവിടെ കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് അത് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. പുള്ളി അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാമിന് വേണ്ടിയിട്ട് അയച്ചിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ അത് നോക്കിയിട്ട് ഉചിതമായ നടപടി ആ സ്ഥാപനത്തിന് എതിരെ എടുക്കുന്നതായിരിക്കും. ഇവിടെ നിരന്തരമായി പരിസരവാസികളായ ഏതാണ്ട് 7ഓളം കുടുംബങ്ങൾ പലതരത്തിലായി ഇവിടെ വന്ന് പരാതി പറഞ്ഞിട്ടുണ്ട്. ആ കുടിവെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലാണെന്നും പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നൊക്കെ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ആളുകളുടെ ഉള്ള പരാതി നിലവിലുണ്ട്. സാരഥിയുടെ പനിച്ചവളയിലെ സർവീസ് സെൻറ്റർ ഇപ്പോൾ ഒരു പൊതുജനങ്ങൾക്ക് വളരെ ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ്. ഈ സ്ഥാപനം കുറേ വർഷമായി തുടങ്ങിയെങ്കിലും ഇതിൻ്റെ പരിസരത്തുള്ള ആളുകളുടെ എല്ലാം കുടിവെള്ളം മുട്ടിയിരിക്കുകയാണ്. അവരുടെ സ്ഥാപനത്തിനകത്തെ മാലിന്യങ്ങളെല്ലാം ആഴത്തിലുള്ള കിണറുണ്ടാക്കി അതിലേക്ക് നിക്ഷേപിക്കുന്നത് കാരണം അതിൽ നിന്നുള്ള കെമിക്കലും അതുപോലെ തന്നെ ഓയിലും മറ്റ് പദാർത്ഥങ്ങളെല്ലാം മഴക്കാലത്ത് ഉറവയായിട്ട് പരിസരത്തുള്ള കിണറുകളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിസരവാസികളിൽ പലരും നിരന്തരം അസുഖക്കാരായി മാറുന്നു. കൊച്ചു കുട്ടികൾക്ക് വരെ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നു. ആശുപത്രികളിൽ പോകുമ്പോൾ അവർ പരിശോധിക്കുന്ന റിപ്പോർട്ടിൽ വെള്ളം കുടിക്കരുതെന്നും ഉപയോഗിക്കരുതെന്നും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പല പ്രാവശ്യം അവരെ ബോധ്യപ്പെടുത്തിയിട്ടും യാതൊരു തരത്തിലുള്ള പരിഹാരവും ഇന്നുവരെ എടുത്തിട്ടില്ല. സ്ഥാപനം നടക്കുന്നതിൽ നാട്ടുകാർക്ക് ആർക്കും എതിരില്ല. പക്ഷേ നാട്ടുകാരുടെ ആരോഗ്യ പ്രശ്നം പരിഹരിക്കേണ്ടത് കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനുള്ള പരിഹാരം, അതായത് ഇവിടെ ജനിച്ചു വളർന്ന ആളുകൾ നൂറ്റാണ്ടുകളായി വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന ആളുകൾ ഇവിടുന്ന് വിറ്റുപോകാനും സാധ്യമല്ല. അതുകൊണ്ട് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയും വളർന്നു വരുന്ന കുട്ടികളുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയും ഈ സ്ഥാപനം ഉണ്ടാക്കുന്ന മാലിന്യ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിച്ച് നാട്ടുകാരെ ഈ കൊടിയ വിപത്തിൽ നിന്നും രക്ഷിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓയിലിൻ്റെ അംശങ്ങളും അതിൻ്റെതായ സ്മെല്ലുകളും ഒക്കെ വരുന്നുണ്ട്. എത്ര നാളുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ കണ്ടുപിടിക്കുന്നത്? അതൊരു 2 വർഷം കൊണ്ടേ ഉണ്ട് ഞങ്ങൾക്കൊക്കെ. ഇതുവരെ നിങ്ങൾ പരാതി കൊടുത്തില്ലേ? പരാതി ഞങ്ങൾ മെമ്പർമാരടുത്തും മറ്റുള്ളവരടുത്തും ഒക്കെ പലയിടത്തും പരാതി പറഞ്ഞു. അവരൊക്കെ വന്ന് അവിടെ പോയിട്ടും ഇവിടെ വന്നിച്ച് പറയും നിങ്ങൾ വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വെള്ളം കുടിക്കാൻ കൊള്ളത്തില്ലെന്നാണോ പറയുന്നത്? പറ്റത്തില്ല. എന്ന് വെച്ചാൽ അസുഖങ്ങളുണ്ടാകുന്നു, വയറ്റിന് കുഴപ്പങ്ങളും ഉണ്ടാകുന്നു, കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ നിലവിൽ? എൻ്റെ മോന് വയറ്റിന് കുഴപ്പങ്ങളുണ്ട്. സാരഥിയുടെ തൊട്ട് താഴെ താമസിക്കുന്ന വീട്ടിലെയാണ് ഞാൻ. ഞങ്ങളുടെ വീട്ടിൽ ഇത് നല്ല ചെലയും വാടകയൊക്കെ ഉണ്ട്. വെള്ളത്തിന് കൊച്ചുങ്ങളൊക്കെ ഉണ്ട്. ചില ദിവസം വെള്ളം കുടിക്കാൻ പോലും പറ്റത്തില്ല, നല്ല ചെലയാണ്. അങ്ങനെ എനിക്ക് ശ്വാസം മുട്ടൊക്കെ ഉള്ളതാണ്. രാത്രി ഒരു 10 മണിയൊക്കെ ആയാൽ വെളിയിലോട്ട് ഇറങ്ങാൻ പോലും പറ്റത്തില്ല. അവിടുത്തെ പുകയ്ക്കുന്നതിൻ്റെ
ഇതൊക്കെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ മോൻ വന്നാലും പറയും 10 മണിക്ക് മുമ്പ് കഥവടയെന്ന്. അവന് ശ്വാസം മുട്ടാണ്. ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട്. ഞങ്ങൾ എവിടെയൊക്കെ പരാതി കൊടുത്തിട്ടും ഒരു പ്രയോജനവും ഇല്ല. പാത്രത്തിലൊക്കെ കോരി വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് അപ്പോഴോ മണിക്കൂറുകൾ കഴിയുമ്പോഴത്തേന് ആ പാത്രത്തിൻ്റെ സൈഡ് ഒന്ന് കൈകൊണ്ട് തടവി നോക്കിയാൽ വഴുവഴുപ്പ്. അതാ വെള്ളം കുടിക്കാൻ കൊള്ളത്തില്ലത്. പിന്നെ ശ്വാസം മുട്ടും വിഷയമുണ്ട് സഹകരിക്കും. കുടിക്കാനും അല്ല ഈ വെള്ളം തന്നെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ കുടിക്കുന്നില്ല. ബാക്കിയുള്ള ഉപയോഗത്തിന് മാത്രമേ എടുക്കുന്നുള്ളൂ. കുടിക്കുന്ന സഹോദരിയുടെ വീട്ടിൽ നിന്ന് അപ്പുറത്തുനിന്ന് എടുത്തോണ്ടാണ് വരുന്നത് ആവശ്യത്തിന് കുടിക്കാനുള്ള വെള്ളം.